അപ്പോൾ ഞങ്ങൾ തായ്ലാൻഡിലേക്ക് ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് പോകാനുള്ള വണ്ടി വന്നു, തായ്ലാൻഡ് വന്നു. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എല്ലാവർക്കും. ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. പിന്നെ ഞങ്ങൾ തായ്ലാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു കാരവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞങ്ങൾ ടൈഗർ പാർക്കിലേക്ക് പോയത്. ടൈഗർ പാർക്കിലേക്കും പിന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, തായ്ലാൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കും പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ചെറിയ വീതിയൊക്കെ കുറഞ്ഞ വഞ്ചി ഇല്ലേ, നമുക്ക് ഇരിക്കുമ്പോൾ പേടിയാവും ചെറുതായിട്ട് വീഴും മറിയുമെന്ന്. പക്ഷെ ഇരുന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ കുറച്ച് ദൂരം പോയി. ചുറ്റും മറ്റേ കച്ചവടക്കാരും അതൊക്കെ ഉണ്ട് കേട്ടോ. ചുറ്റും നമുക്ക് ഷോപ്പൊക്കെ ചെയ്യാം. പിന്നെ ഞങ്ങൾ ടൈഗർ പാർക്കിലേക്കാണ് പോയത്. അവിടെ ടൈഗറിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കലും മറ്റേ ടൈഗർ കുട്ടിക്ക് പാല് കൊടുക്കലൊക്കെ ഉണ്ട്. ഞങ്ങളതൊന്നും പോയില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് താഴെ നോക്കി കഴിഞ്ഞാൽ മറ്റേ പെണ്ണുങ്ങൾ പല പല ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ കാണാം. നൈറ്റാണ് കേട്ടോ ശരിക്കും. അവർ നൈറ്റ് ലൈഫാണ് മെയിൻ. താഴെ അത് ഓരോ ദിവസം ഓരോ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ ഇരിക്കുന്നുണ്ടാവും, കളർ കോഡിൽ അതേ കളർ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അവിടെ നിന്ന് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നൈറ്റായിരുന്നു സൂപ്പർ വ്യൂ ആയിരുന്നത്. എപ്പോഴും ബിസിയാണ് കേട്ടോ. പകലായാലും രാത്രിയായാലും എല്ലാവരും നല്ല ബിസി ആയിട്ടുള്ള ലൈഫാണ്. ആർക്കും നിൽക്കാൻ നേരമില്ല. ഇത് കണ്ട് നൈറ്റ് ആയപ്പോഴാണ് അടിപൊളി കാണാനായിട്ട്. പ്രത്യേകിച്ച് താഴെ ഫുൾ പിങ്ക്. ഇന്ന് പിങ്ക് ആയിരുന്നു ഓരോ കളർ. ഒരു ഡ്രസ് കോഡ് അന്ന് റെഡോ മറ്റോ ആയിരുന്നു. പിറ്റേ ദിവസം യെല്ലോയും ബ്ലാക്കും ആയിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അതിൽ കൂടെ ഞങ്ങൾ നടന്നു. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് ആണോ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിരുന്നു ഞങ്ങളുടെ റൂം. അതുകൊണ്ട് കറക്റ്റ് അങ്ങോട്ടേക്ക് കാണാം. ഇവിടുത്തെ ട്രാഫിക് ലൈറ്റൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡിസൈനൊക്കെ ആയിട്ടാണ്. ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ് പട്ടായയിൽ കൂടെ ഞങ്ങൾ കുറച്ച് നടന്നു. അവരൊക്കെ അത്ഭുതത്തിൽ നോക്കുക, ഇത് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്ന് വിചാരിച്ച്. ആരും അത് കാരണം ഞങ്ങളുടെ അടുത്തേക്ക് ആരും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് ട്രൈ ചെയ്തു. മാംഗോ സ്റ്റിക്കി റൈസ് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പോർക്ക് ആണിത്, അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ നമ്മുടെ ബീച്ച് പോയി.